ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേക വചന പഠന ശുശ്രൂഷകളിൽ ഈ ഓൺലൈനിലൂടെ വൈദികരും അൽമായരും തരുന്ന വലിയ വലിയ ഓൺലൈൻ ശുശ്രൂഷകളുണ്ട്. അതിലൊരു കുഞ്ഞ് ശുശ്രൂഷ മാത്രമാണിത്. ഈ വചനം പഠിക്കണം എന്നുള്ള ഒരു കുഞ്ഞ് ആഗ്രഹത്തോടുകൂടി, ഒരു ആഗ്രഹം ഇതേ ഉള്ളൂ, എല്ലാവരും വചനം പഠിക്കണം, ഞാനും വചനം പഠിക്കണം. ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ശുശ്രൂഷയിൽ ഈ വചനം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വചനം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വചനം. ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ, ചാപ്റ്റർ 3 verse 10. ചാപ്റ്റർ 3 verse 10. ജീവിതത്തെ സ്നേഹിക്കുകയും, വചനം ഇതാണ്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. വളരെ ആവശ്യമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് നന്മ ചെയ്യുവാൻ, നന്മയിൽ ജീവിക്കുവാൻ, ഈശോയിൽ ജീവിക്കുവാൻ വേണ്ട വലിയൊരു കാര്യമാണ് ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും. ഇതെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? നല്ല ദിവസം, നമ്മുടെ ജീവിതത്തിൽ നല്ല ദിവസം ഉണ്ടാവണം, നല്ലതായിരിക്കണം. അങ്ങനെയുള്ളവർ അപ്പോൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. Those who desire life and decide to see good days, let them keep their tongues from evil and their lips from speaking deceit. Those who desire life and desire to see good days, let them keep their tongues from evil and keep their lips from speaking deceit. തിന്മയിൽ നിന്ന് നാവിനെ, വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെ നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നാവിനെക്കുറിച്ച്, നമ്മുടെ സംസാരത്തെക്കുറിച്ചൊക്കെ വചനം പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കിട്ടിയ ഒരു വചനമാണ്, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം പഠിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കുന്നു. ഈ വചനം പഠിക്കണം. നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ നാവ് കൊണ്ട് സാധിക്കും. നല്ല വാക്കുകൾ സംസാരിക്കുക, നല്ലതുപോലെ സംസാരിക്കുക, ദൈവത്തോട് ചേർന്ന് സംസാരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.